സാധാരണ ജനങ്ങളെ ക്ഷേത്രങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള എല്ലാ ഉപായങ്ങളും ബ്രാഹ്മണർ വിദഗ്ധമായിട്ട് അവതരിപ്പിച്ചിരുന്നു. അതായത് ബുദ്ധമതത്തിൻ്റെ രീതി പിന്തുടർന്ന് ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വിദ്യാശാലകൾ പണിതു. അവിടെ വിദ്യാർത്ഥികൾക്ക് വസിച്ചു പഠിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും അനുവദിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ തിരുവനന്തപുരത്തെ വലിയ ശാല, തിരുവല്ല ശാല, മൂഴിക്കുളം ശാല, കാന്തള്ളൂർ ശാല, പാർത്ഥിയപുരം ശാല ഇതൊക്കെ ഇത്തരത്തിലുള്ള വിദ്യാശാലകളായിരുന്നു. ഇതിൽ പാർത്ഥിയപുരം ശാല ഉപരിപഠനത്തിന് വേണ്ടിയുള്ള വിദ്യാശാലയാണ്. ഇതിലെ പ്രവേശനത്തിന് വേണ്ടിയുള്ള യോഗ്യതകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം. തർക്കശാസ്ത്രം, വ്യാകരണം, വേദാന്തം, മീമാംസ ഇവയൊക്കെയാണ് ഇതിലെ പ്രധാനമായിട്ടുള്ള പഠന വിഷയങ്ങൾ. ഇത്തരം ശാലകളിലെല്ലാം തന്നെ ബ്രാഹ്മണർക്ക് മാത്രമായിരുന്നു പ്രവേശനം അനുവദിച്ചിരുന്നത്. മറ്റു വിഭാഗത്തിൽപ്പെട്ടവർക്ക് അക്കാലത്ത് വിദ്യാഭ്യാസം അനുവദിച്ചിരുന്നില്ല. നൃത്തം ചെയ്യുന്നതിനായി മാത്രം ക്ഷേത്രങ്ങളിൽ ദേവദാസികളെ നിയോഗിച്ചിരുന്നു. മാത്രമല്ല കൂത്തും കൂടിയാട്ടവും അവതരിപ്പിക്കുന്നതായിട്ട് ക്ഷേത്രങ്ങളോട് ചേർന്ന് കൂത്തമ്പലങ്ങൾ നിർമ്മിച്ചു. ഇവ കൂടാതെ ശില്പകല, വാദ്യകല, ചിത്രകല എന്നിവയൊക്കെ ക്ഷേത്രങ്ങളിൽ സമ്മേളിക്കപ്പെട്ടു. ഇതുകൂടാതെ ജനങ്ങളിൽ മതബോധം വളർത്തുന്നതിനായിട്ട് പുരാണ ഇതിഹാസ കഥകൾ പറഞ്ഞ് അവയുടെ അർത്ഥം വ്യാഖ്യാനിക്കുന്ന സമ്പ്രദായങ്ങളും ഏർപ്പെടുത്തി. ഇതിന് പട്ടത്താനമുള്ള അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ മേൽക്കോയ്മയുള്ള ബ്രാഹ്മണ പുരോഹിതരായിരുന്നു ഇത്തരം കർത്തവ്യങ്ങൾക്കായിട്ട് നിയോഗിച്ചിരുന്നത്.